അദ്ദേഹം ഒരിക്കലും രാജിവെച്ച് BJP-യിൽ ചേരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ഒരു കാരണം, ശശി തരൂരിനെ പോലെ ഒരാൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ, കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. എക്സെപ്റ്റ് ഹിമന്ത ബിശ്വ ശർമ്മ, കോൺഗ്രസിൽ നിന്ന് വിട്ട് BJP-യിൽ ചേർന്ന ആളുകൾ ആരും ആ പാർട്ടിയിൽ വലിയ ആളുകളായിട്ടില്ല. അവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെ എന്താണ് റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണ് BJP ചെയ്തിട്ടുള്ളത് പലരെയും. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് അശോക്, മഹാരാഷ്ട്രയിൽ നിന്ന് കോൺഗ്രസ് നേതാവ് രാജിവെച്ചു, മുൻ മുഖ്യമന്ത്രി രാജിവെച്ചു വരുന്നത് അതിനെപ്പറ്റി നമ്മൾ കേൾക്കുന്ന പോലുമില്ല. എക്സെപ്റ്റ് ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് എന്തുകൊണ്ടാണ് പ്രോമിനൻസ് കിട്ടുന്നത്? അദ്ദേഹം യോഗി ആദിത്യനാഥിനേക്കാൾ കടുത്ത വർഗീയത പറയുന്നതുകൊണ്ടാണ്. തരൂരിന് ഒരിക്കലും അങ്ങനെ സംസാരിക്കാനും കഴിയില്ല. അങ്ങനെ സംസാരിച്ചാൽ ശശി തരൂരിന് നിലവിലുള്ള ഫാൻ ബേസിലുണ്ടായി പോവുക. ഇപ്പോൾ ഹിന്ദുത്വവാദികളായ ഫാൻസിന് പോലും തരൂർ കോട്ടസ് ചുട്ടുവരുന്ന വർഗീയത പറയുന്നത് അവർക്ക് സഹിക്കില്ല, അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം തരൂരിൻ്റെ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കോസ്മോപൊളിറ്റൻ, ഒരു വിശ്വപൗരനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനമാണ്, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വപൗരത്വം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഫാൻ ബേസ് ഉണ്ടാക്കുന്നത്. അതേസമയം അദ്ദേഹം ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്ന് ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ വർഗീയത പറയുകയാണെന്ന് കരുതുക, അദ്ദേഹത്തിന് നിലവിലുള്ള ഫാൻ ബേസ് തന്നെ ഇല്ലാതായി പോകും എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അത് തരൂർ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യില്ല, BJP-യിലേക്ക് കോൺഗ്രസ് വിട്ട് പോവില്ല. മറ്റൊന്ന്, അദ്ദേഹത്തിനുള്ള ഓപ്ഷൻ, കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഓപ്ഷൻ CPM ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ്. ഒരുപക്ഷെ തരൂരിന് ഐഡിയോളജിക്കലി ഒരുപക്ഷെ ലെഫ്റ്റിനെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ മനം മടുത്തെങ്ങാനും കോൺഗ്രസ് വിട്ട് അദ്ദേഹം CPM-ൽ ചേർന്ന് കഴിഞ്ഞാൽ അത് കേരളത്തിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണെന്നുള്ള ഒരു ഉറപ്പാണ്. ആ ഒരു അപകടത്തെ മറികടക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചതിലൂടെ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചെയ്തത്. ഇനി അതുകൊണ്ട് മാത്രം ഇനി തരൂർ നാളെ മുതൽ നല്ല മനുഷ്യനായി, മികച്ച കോൺഗ്രസ്സുകാരനായി, കേരളത്തിലെ UDF നേതാക്കൾക്ക് വേണ്ടി ഒപ്പം പ്രവർത്തിച്ച് നാളെ UDF-ന് അധികാരത്തിലെത്തിക്കാൻ വേണ്ടി അരയും തലയും കെട്ടി പുറത്തിറങ്ങുന്ന നമുക്ക് കരുതാൻ വയ്യ. ഇതൊരു തരം അടക്കി നിർത്തലാണ് തരൂരിന്. അദ്ദേഹത്തെ ഒരിക്കലും കേരളത്തിൽ UDF-ൻ്റെ ഒരു ക്യാമ്പയിൻ സ്പിയർ ആക്കി മാറ്റാൻ UDF തയ്യാറാവില്ല. അതിൻ്റെ കാരണം ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അതായത് പാർട്ടിയെ കുഴപ്പത്തിലാക്കുകയും എന്നാൽ തനിക്കെതിരെ ഒരു ചൂണ്ടുവിരൽ ഉയരാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഉണ്ടായേക്കാം. അദ്ദേഹം പല പ്രസ്താവനകളും UDF-നെ കുഴപ്പത്തിലാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരിക്കലും പ്രചാരണത്തിൻ്റെ മുഖമാക്കാൻ തയ്യാറാവില്ല. അതേസമയം അദ്ദേഹം കോൺഗ്രസ് വിട്ട് LDF-ൽ CPM-ൽ ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF-ൻ്റെ പ്രചാരണ മുഖം തരൂരായി മാറുമായിരുന്നു. ആ ഒരു അപകടം ഒഴിവാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്.